നവമി ദിനേശ് കൂടി ചേരുന്നു. നവമി, ഇന്നാണ് ശസ്ത്രക്രിയ. ഉഷ ജോസഫിൻ്റെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. ശസ്ത്രക്രിയയിലെ കാര്യങ്ങൾ പോവുക, അവരുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റെന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കരുതലുകൾ ഇപ്പോൾ ആശുപത്രി സ്വീകരിച്ചിരിക്കുന്നത്? ബന്ധുക്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? അവരും ഉഷ ജോസഫിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണോ? രഞ്ജിത്ത്, ഇന്നലെ ഒരു മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നു. CT സ്കാൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ ചേർന്നൊരു മെഡിക്കൽ ബോർഡ് ചേർന്നിട്ടുണ്ടായിരുന്നു. ആ മെഡിക്കൽ ബോർഡിൽ കൃത്യമായി ഈ CT സ്കാനിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് എവിടെയാണ് ഈ കത്രിക ഉള്ളതെന്നതിൻ്റെ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഇത് വലിയ സങ്കീർണമായിട്ടുള്ളൊരു ശസ്ത്രക്രിയയല്ല. ഇന്ന് മറ്റ് ശസ്ത്രക്രിയ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും തന്നെ നടത്താൻ കഴിയും. ഉഷയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ ശസ്ത്രക്രിയ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഉഷ വാർഡിലാണുള്ളത്. ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും സർജറി ആരംഭിക്കുക. വിവിധ ഡോക്ടർമാരായിരിക്കും ഈ സർജറിയിൽ പങ്കെടുക്കുക. അതിനുശേഷം കത്രിക സുരക്ഷിതമായി തന്നെ മാറ്റാം. ഉഷയുടെ ആരോഗ്യത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുകൂടി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ സർക്കാർ ആരോഗ്യമന്ത്രി ഉഷയെ നേരിട്ട് വിളിച്ച് ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല, സർക്കാർ തന്നെ ചിലവ് വഹിക്കുമെന്ന് ഡോക്ടർമാരോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഡോക്ടർമാരുമായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് 10 മണിയോടുകൂടി തന്നെ മറ്റ് ശസ്ത്രക്രിയകൾ നടക്കുന്ന കൂട്ടത്തിൽ ഉഷയുടെ ശസ്ത്രക്രിയ നടത്തും. അതിനുശേഷം 2 ദിവസം ഉഷയെ ഒന്ന് നിരീക്ഷിക്കും. നിരീക്ഷണത്തിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് തിരിച്ചയക്കുക എന്ന് പറയുന്നു. കുടുംബം വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്നലെയൊക്കെ വളരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത കൂടിയായിരുന്നു, ഒരു സംഭവം കൂടിയായിരുന്നു. ഇത് തൻ്റേതല്ലാത്തൊരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ ഒരു പിഴവ് കൊണ്ട് മാത്രം ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയം ആയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഉഷ. കുടുംബം വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്നലെ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചതിൽ നിന്നും മറ്റ് നേതാക്കളൊക്കെ ഇന്നലെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. അവരൊക്കെ കുടുംബത്തിനും വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട്, ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഡോക്ടർമാരുടെ മികച്ചരായിട്ടുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ ശസ്ത്രക്രിയ നടത്തുക എന്നൊരു ആത്മവിശ്വാസം കുടുംബത്തിനും നൽകിയിട്ടുണ്ട്. എന്തായാലും ഉഷയെ രാവിലെ 10 മണിയോട് കൂടി തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരണ്യ സ്നേഹച്ചനും നവമി ദിനേശും വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും ഉഷയ്ക്ക് നീതി വേണം. ഈ പ്രശ്നങ്ങൾ കൃത്യമായി എവിടെ സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.